ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡി കേസെടുത്ത് അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഇഡിക്ക് മുഴുവൻ രേഖകളും നൽകാൻ വിജിലൻസ് കോടതി ഉത്തരവിറക്കി. റിമാൻഡ് റിപ്പോർട്ടും എഫ്ഐആർ അടക്കമുള്ള രേഖകൾ ഇഡിക്ക് കൈമാറും. SITക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. SITയുടെ എതിർപ്പ് വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, ഇഡി സമാന്തര അന്വേഷണം നടത്തുന്നതിനെ SIT എതിർത്തിരുന്നു. ഇതിനെതിരെ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്. ഇഡിക്ക് മുഴുവൻ രേഖകളും നൽകാൻ വിജിലൻസ് കോടതി ഉത്തരവിറക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ജനി, ഇപ്പോൾ ഇഡിയുടെ ഒരു വാദം അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഇഡിക്ക് ഈ കള്ളപ്പണ ഇടപാടുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് ഒരു വ്യക്തത വരുത്തിയതിന്റെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇഡി ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇഡി ഇടപെട്ടിരിക്കുന്നത്. അതിനകത്ത് ഇഡിക്ക് ഒരു നിർണായക വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും, അതായത് SIT പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ കണ്ടെത്തിയിരിക്കുന്ന എല്ലാ രേഖകളും, FIR അടക്കമുള്ള രേഖകളും മൊഴിപ്പകർപ്പുകളും ഇഡിക്ക് കൈമാറണം എന്നുള്ള ഒരു വിധിയാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു വിധി SITക്ക് ഒരു തിരുത്തിയായിരിക്കുകയാണ്. കാരണം പ്രോസിക്യൂഷൻ ഇക്കാര്യത്തെ എതിർത്തുകൊണ്ട്, കാരണം സർക്കാരിന് ഇക്കാര്യത്തിൽ ഈ ഒരു ഇഡിയുടെ ഇടപെടലിനെ ആദ്യം മുതൽ തന്നെ സർക്കാർ എതിർത്തിരുന്നു. കാരണം ഇത്തരത്തിലൊരു സമാന്തര അന്വേഷണം വരുന്നത് സർക്കാരിന് തിരിച്ചടിയാകും എന്നൊരു വിലയിരുത്തൽ പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു. അതായത് കേസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ 7ഓളം അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് SIT ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് എത്തുമ്പോൾ, ഇഡിയുടെ അന്വേഷണം എത്തുമ്പോൾ CPM നേതാക്കൾ ഉൾപ്പെടെ ഇതിനകത്ത് ഒരു കക്ഷിയാകും, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രതികളാകും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊരു സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ടാണ് SIT അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യങ്ങളെ എതിർത്തത്. പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ നിരത്തിയിരുന്ന വാദമൊക്കെ തന്നെ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. എന്തായാലും ഇഡിക്ക് ഇപ്പോൾ ഈ കേസുമായി മുന്നോട്ട് പോകാം എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്, കൊല്ലം വിജിലൻസ് കോടതി നൽകിയിരിക്കുന്നത്. ഇഡി ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം പത്തനംതിട്ട കോടതിയാണ് സമീപിക്കുന്നത്. അതിനുശേഷം പത്തനംതിട്ടയിൽ നിന്നും ഈ കേസ് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇഡിക്ക് അനുകൂലമായ, അല്ലെങ്കിൽ ഇഡിക്ക് എന്ത് കാര്യങ്ങളാണോ ആവശ്യം, അക്കാര്യങ്ങൾ കൊല്ലം വിജിലൻസ് കോടതി തീരുമാനിക്കണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ആ തരത്തിലാണ് ഇഡി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായി ഈ കേസിൽ അപേക്ഷ നൽകിയതിനു ശേഷം പ്രോസിക്യൂഷന്റെയും ഒപ്പം ഇഡി അഭിഭാഷകരുടെയും വാദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഇഡിക്ക് അനുകൂലമായ ഒരു വിധി കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയതിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കേസ് വഴിമാറും എന്നതിൽ യാതൊരു സംശയമില്ല. കാര്യം SITയുടെ അന്വേഷണം പല ഘട്ടങ്ങളിലും ഒരു ഘട്ടം വരെ എത്തിയതിനു ശേഷം അത് നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ തന്നെ ഈ കേസിൽ SITയെ സ്വാധീനിക്കുന്നു എന്ന് വരുന്ന ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇഡി ഈ കേസ് അന്വേഷിക്കാൻ എത്തുന്നത്. ഏതായാലും ഇഡിയുടെ അന്വേഷണത്തിലൂടെ കൂടുതൽ ആളുകളിലേക്ക്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പലരും ഭയക്കുന്നത് പോലെ SIT നേതാക്കൾ ഉൾപ്പെടെയുള്ളവരിലേക്ക് ഈ കേസിന്റെ അന്വേഷണം എത്തുന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നത്. ഏതായാലും ഈ റിമാൻഡ് റിപ്പോർട്ടുകളും FIR അടക്കമുള്ള രേഖകൾ SIT ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള എല്ലാ രേഖകളും ഇഡിക്ക് കൈമാറണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശരി, സുധീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഇഡി കേസെടുത്ത് അന്വേഷിക്കും. ഇഡിക്ക് മുഴുവൻ രേഖകളും നൽകാൻ വിജിലൻസ് കോടതി ഉത്തരവിറക്കിയിരിക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ടും FIRഉം അടക്കമുള്ള രേഖകൾ ഇഡിക്ക് കൈമാറും. SITയുടെ എതിർപ്പ് വിജിലൻസ് കോടതി തള്ളി. ഇഡി സമാന്തര അന്വേഷണം നടത്തുന്നതിനെ എതിർത്ത് SIT നേരത്തെ കോടതിയിലെത്തിയിരുന്നു.